നമസ്കാരം. കച്ചവടത്തിൽ വിജയം നേടിയെടുക്കുന്നതിന്, ബിസിനസ്സിൽ പൂർണ്ണമായ വിജയം ലഭിക്കുന്നതിന് ഉതകുന്നതായ അനുഷ്ഠാന മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ബിസിനസ്സിൽ വിജയം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളിലൊന്ന്, ദേവി ക്ഷേത്രത്തിൽ, ഭഗവതി ക്ഷേത്രം, ഗ്രാമദേവതയായി ഭദ്രയെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുന്ന ഗ്രാമക്ഷേത്രങ്ങളിൽ ദേവി ശ്രീകോവിലിൽ നെയ്വിളക്ക്, അതിമധുരമായ ത്രിമധുരം നേദിച്ച് മഹാലക്ഷ്മി മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി. ഇത് കച്ചവട വിജയത്തിന് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാർഗമാണ്. രണ്ടാമത്തേത്, മറ്റൊന്ന് ചെയ്യാവുന്നത്, ശിവപ്രതിഷ്ഠയുള്ള ശ്രീകോവിലിൽ നെയ്വിളക്ക്, പാൽപായസ നിവേദ്യം, ലക്ഷ്മി കുബേര മന്ത്രത്താൽ പുഷ്പാഞ്ജലി. ഇതും കച്ചവട വിജയത്തിന് വേണ്ടി ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലഘുവായിട്ടുള്ള അനുഷ്ഠാനമാണ്. ഇനി ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു വളരെ സുപ്രധാനമായ പൂജാകർമ്മമാണ് ഇനി പറയാൻ പോകുന്നത്. അത്യന്തവിശിഷ്ടമായ അഷ്ടലക്ഷ്മി പൂജയാണ് അത്. നിങ്ങളുടെ ഗൃഹത്തിൽ ഏറ്റവും വൃത്തിയായി പ്രത്യേകം തയ്യാർ ചെയ്തെടുത്ത മുറിയിൽ നിലത്ത് വിവിധ വർണ്ണ പൊടികൾ കൊണ്ട് അഷ്ടലക്ഷ്മി ചക്രം വരയ്ക്കേണ്ടതാണ്. അഷ്ടലക്ഷ്മിമാരെ ആവാഹിച്ച് പൂജിക്കുന്നതിനുള്ള പത്മം വരച്ച് പീഠം സ്ഥാപിച്ച് ആ പീഠത്തിലേക്ക് അഷ്ടലക്ഷ്മിമാരെ ആവാഹിച്ച് സ്ഥാപിക്കുക. 8 തരം നിവേദ്യങ്ങൾ, 8 തരം പ്രത്യേകമായിട്ടുള്ള വർണ്ണങ്ങൾ, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അഷ്ടലക്ഷ്മിമാർക്ക് സവിശേഷമായി ചെയ്യപ്പെടുന്ന അത്യപൂർവമായ പരമപ്രധാനമായ ഒരു പൂജാകർമ്മമാണ് അഷ്ടലക്ഷ്മി പൂജ. വളരെ പാണ്ഡിത്യവും ആചാര്യ പരിചയവുമുള്ള ഒരാളെ കൊണ്ട് വേണം ഇത് ചെയ്യിക്കേണ്ടത്. അങ്ങനെ അതിവിശിഷ്ടമായ അഷ്ടലക്ഷ്മി പൂജ സ്വന്തം ഗൃഹത്തിൽ നടത്തുന്നവർക്ക് കച്ചവടത്തിലും മറ്റെല്ലാ രംഗത്തും അത്യപൂർവമായ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങൾക്ക് അത്യപൂർവമായ ഈ അഷ്ടലക്ഷ്മി പൂജ നടത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ലഘുവായിട്ടുള്ള പുഷ്പാഞ്ജലികളോ അല്ലെങ്കിൽ അതിബൃഹത്തായിരിക്കുന്ന അഷ്ടലക്ഷ്മി പൂജയോ ബിസിനസ്സിൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ച കൈവരിക്കുന്നതിനുമായി നിങ്ങൾക്ക് നടത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.